ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പല ആളുകൾക്കും വിശപ്പം തോന്നുമ്പോൾ, സ്ട്രെസ്സ് തോന്നുമ്പോൾ, അല്ലെങ്കിൽ മൂഡ് ഓഫ് ആകുമ്പോൾ മധുരം കഴിക്കുന്ന ശീലമുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ മധുരം കഴിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുന്ന നമുക്കൊരു നിമിഷ നേരത്തേക്കൊരു സന്തോഷം തോന്നും. അപ്പോൾ നമ്മുടെ തലച്ചോറ് പൊതുവെ ഇതുപോലെയുള്ള അവസ്ഥകളിൽ മധുരം കഴിക്കാൻ വേണ്ടി പ്രേരണ തോന്നാൻ കാരണം ഇതാണ്. ഇതൊരു അഡിക്ഷനായിട്ടൊക്കെ ആൾക്കാർ കണക്കാക്കാറുണ്ട്. പക്ഷെ ഇതൊരു റിയൽ അഡിക്ഷനായി പറയാൻ പറ്റില്ലെങ്കിൽ ഒരു അഡിക്ഷൻ പോലുള്ള ഒരു ഹാബിറ്റാണിത്. ഇത് ഡിപ്പെൻഡൻസിക്ക് കാരണമാവും. എന്ന് വെച്ചാൽ നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു റിവാർഡ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുകയാണ്. ഡോപ്പമിൻ റിവാർഡ് സിസ്റ്റം ആക്ടിവേറ്റ് ആകുമ്പോൾ നമ്മൾ ഇത് വീണ്ടും കിട്ടണമെന്നൊരു തോന്നലുണ്ടാവും. അതുമാത്രമല്ല, ഇത് ടോളറൻസ് ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ന് ഒരു ലഡു കഴിച്ചതെങ്കിൽ അടുത്ത തവണ നിങ്ങൾക്ക് ഒരു 2-3 ലഡു വേണ്ടി വരും. അപ്പോഴേ നിങ്ങൾക്ക് അതേ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. കാരണം ഡോപ്പമിൻ്റെ അളവ് കൂടുതൽ വേണ്ട ഒരവസ്ഥ, ഡോപ്പമിൻ റിസപ്റ്റേഴ്സിന് ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കേണ്ട, സെക്രീറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നതാണ് ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ആളുകൾക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല, ഇത് ഒരുപാട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ക്രേവിങ് കാരണം ആളുകൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാവാനും അതിൽ സഫറായി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് തന്നെ ഈ ആഡഡ് ഷുഗർ അല്ലെങ്കിൽ ഇതുപോലുള്ള മധുരങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് നോക്കാം. ആഡഡ് ഷുഗറിൽ പൊതുവെ ഗ്ലൂക്കോസ് ഉണ്ടാവാറുണ്ട്, ഈ ഫ്രക്ടോസൊക്കെ ഉണ്ടാവാറുണ്ട്. ഗ്ലൂക്കോസ് ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിന് എളുപ്പത്തിന് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. പക്ഷേ നമുക്ക് ഗ്ലൂക്കോസ് നമ്മുടെ അരിയിൽ നിന്നും മറ്റു ആഹാരങ്ങളിൽ നിന്നൊക്കെ, അന്നജങ്ങളിൽ നിന്നൊക്കെ ശരീരം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിനെ ഡൈജസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ആഗിരണം ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ആഡായിട്ട് പഞ്ചസാര ഫോമിലോ മറ്റു ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെയാണ് കൂടുതൽ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പലഹാരങ്ങളോ അതൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു വലിയൊരു പ്രശ്നം അവിടെ സംഭവിക്കുന്നുണ്ട്. ഈ ഫ്രക്ടോസ് എന്ന് പറയുന്നത് ശരീരത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റാത്തൊരു ഷുഗറാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന എല്ലാ ഷുഗറും നമ്മുടെ ശരീരത്തിന് വേണ്ട ഷുഗറല്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ കഴിക്കുന്ന ഇതുപോലുള്ള പഞ്ചസാരയോ മറ്റു പലഹാരങ്ങളൊക്കെ നമ്മുടെ രക്തത്തിൽ ഉള്ള ഗ്ലൂക്കോസ് അല്ല ശരിക്കും ഉയർത്തുന്നത്, ഫ്രക്ടോസിൻ്റെ അളവാണ്. ഫ്രക്ടോസിനെ നമ്മുടെ ശരീരത്തിന് എനർജിയായി നേരിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. പകരം അത് ലിവറിൽ നിന്ന് ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്ത് പിന്നീട് എനർജിയായി മാറ്റണം. പക്ഷേ ഒരു ചെറിയ അളവിൽ മാത്രമേ അത് ഗ്ലൂക്കോസായി കൺവേർട്ട് ആവുള്ളൂ. വലിയ അളവും അത് കൊഴുപ്പായി അടിഞ്ഞുകൂടി ഫാറ്റി ലിവറും രക്തക്കുല അടിഞ്ഞുകൂടാനും ഹൃദ്രോഗങ്ങളൊക്കെ ഉണ്ടാക്കാനും മെറ്റബോളിക് ഡിസീസൊക്കെ ഉണ്ടാക്കാനാണ് അത് കാരണമാവുന്നത്. അതുമാത്രമല്ല, ഈ ഫ്രക്ടോസ് നമ്മുടെ ഈ എനർജി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന കോശങ്ങളുടെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഘടകങ്ങളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കാൻ സാധിക്കും. ഈ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിനെയും കൂടി ഇത് ബാധിക്കും. ഇതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രമേഹം പോലുള്ള ഈ മെറ്റബോളിക് ഡിസീസുകൾ നമുക്ക് വരാനും കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡാമേജിങ് ഇഫക്റ്റ് കൂടി ഉണ്ട്. അത് ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഡാമേജിങ് ഇഫക്റ്റ് കൂടി ഉണ്ട് ഈ ഒരു ശീലം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിർത്തുക എന്നുള്ള അനിവാര്യമാണ്. അപ്പോൾ നിർത്തണം എന്നുണ്ടെങ്കിൽ ഞാനിതിന് വേണ്ടിയിട്ട് സിമ്പിളായൊരു ടെക്നിക്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാൻ പോവുകയാണ്. അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു നിമോണിക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു സെൻറ്റൻസ്, ആ സെൻറ്റൻസിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഓർത്ത് വെക്കാൻ പറ്റും. അത് മറ്റൊന്നുമല്ല, ഗ്ലൂക്കോസ് റെഡ്യൂസിങ് പവർഫുൾ പീപ്പിൾ. ഓർത്ത് വെക്കാൻ എളുപ്പമാണല്ലോ അല്ലേ? ഗ്ലൂക്കോസ് റെഡ്യൂസിങ് പവർഫുൾ പീപ്പിൾ. അതിൽ ഗ്ലൂക്കോസിലെ 2 അക്ഷരം നമുക്ക് വേണം. ഒന്ന് ജിയും രണ്ടാമത്തത് എസും. ജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾ സെറ്റിംഗ് ആണ്. പൊതുവെ 21 ദിവസം വേണം നമുക്ക് ഗ്ലൂക്കോസ് ക്രേവിങ് അല്ലെങ്കിൽ അമിതമായി ഗ്ലൂക്കോസ് കിട്ടണമെന്നുള്ള ആ ഒരു ഫീലിംഗ് നമുക്ക് ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 21 ദിവസമാണ് പല പഠനങ്ങളും സപ്പോർട്ട് ചെയ്യുന്നത് ഗ്ലൂക്കോസ് ക്രേവിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പൊതുവേ ഹാബിച്വൽ ചേഞ്ചിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇത് 3 വീക്ക് തന്നെയാണ്, 21 ദിവസം തന്നെയാണ്. അത്ര തന്നെ ദിവസം കൊണ്ട് നമുക്ക് ഗ്ലൂക്കോസ് ഹാബിറ്റ് മാറ്റാൻ പറ്റും. ഗ്ലൂക്കോസ് അല്ല, ഈ ഷുഗർ ക്രേവിങ് ഉള്ള ആ ഹാബിറ്റ് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഗോൾ സെറ്റിംഗ് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തതാണ് എസ് സ്റ്റാൻഡ് ഫോർ സ്ട്രെസ് മാനേജ്മെൻറ്റ്. സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യാതെ നിങ്ങൾ ഷുഗർ ഒഴിവാക്കാൻ ശ്രമിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. വീണ്ടും നിങ്ങൾ ആ സ്ട്രെസ്സ് വരികയും അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് മധുരം പോയി എടുത്ത് കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് സ്ട്രെസ്സിൻ്റെ റൂട്ട് കോസ് മാറ്റുക.
റൂട്ട് കോസ് പലതരത്തിലായിരിക്കും പല ആളുകൾക്ക് ഉണ്ടാവുക. ഇനി പൊതുവേ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നമ്മൾ ഓർഗനൈസായി കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട്, പ്രയോറിറ്റൈസ് ചെയ്ത കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഓർഗനൈസ് ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങളെ, നിങ്ങൾ പ്രയോറിറ്റീസും ചെയ്യുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആദ്യം ചെയ്ത് തീർക്കാൻ നോക്കുക. പിന്നീടുള്ളതാണ് സമയമില്ലാത്തത് കൊണ്ട് ആളുകൾക്ക് സ്ട്രെസ്സ് വരാറുണ്ട്, കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല ആവശ്യം സമയമില്ലാത്തതുകൊണ്ട്. അങ്ങനെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് സമയം നഷ്ടപ്പെടുന്നത്, എവിടെയാണ് സമയം വേസ്റ്റ് ആകുന്നത് എന്ന് മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്യുക. ചില ആളുകൾക്കൊക്കെ നേരത്തെ എണീക്കാത്തത് കൊണ്ട്, ഒരുപാട് ഉറങ്ങിയിട്ട് നേരത്തെ എണീക്കാത്തത് കൊണ്ട്, അത്തരക്കാർ ഉറക്കം ഒരു 7 മണിക്കൂറിലൊക്കെ മിനിമൈസ് ചെയ്തിട്ട് നിങ്ങൾ നേരത്തെ എണീറ്റ് നിങ്ങളുടെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ നോക്കുക. അപ്പോഴും നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറക്കും. അങ്ങനെ പലതരത്തിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ സ്ട്രെസ് ഇനി ഉണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ്, പിന്നെ നോർമൽ എക്സസൈസുകൾ, യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിലേതെങ്കിലും ഒന്നെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഹാബിറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തതാണ് റെഡ്യൂസിങ്. ആക്ച്വലി അത് റെഡ്യൂസിങ് അല്ല, നമ്മൾ ഓർക്കാൻ വേണ്ടി റെഡ്യൂസ് പറഞ്ഞെങ്കിലും ഇത് റീപ്ലേസിങ് ആണ്. റീപ്ലേസിങ് എന്നത് ഉദ്ദേശിച്ച് വെച്ചാൽ നമ്മൾ നല്ല പഴങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗ്ലൂക്കോസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. പഴങ്ങളുടെ മധുരം നമുക്ക് ഈ ഷുഗറിനോടുള്ള ആ ഒരു ക്രേവിങ്സിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ സഹായിക്കും. ഈ പഴങ്ങളിലുള്ളത് ഫ്രക്ടോസ് ആണ്, ഗ്ലൂക്കോസ് അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രക്ടോസും പഴങ്ങളിലെ ഫ്രക്ടോസും രണ്ടും ശരീരത്തിന് ഹാനികരം തന്നെയാണ്. പക്ഷേ പഴങ്ങളിൽ ഫൈബർ അടങ്ങിയത് കൊണ്ട് ഫ്രക്ടോസ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് കുറക്കും. കൂടുതലും ഫ്രക്ടോസിന് ആ ഫൈബറിൻ്റെ കൂടെ തന്നെ കുടലിലൂടെ സഞ്ചരിക്കാൻ കാരണമാവും. കുടലിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിലുള്ള നല്ല ബാക്ടീരിയകൾക്ക് ഈ ഫൈബറും അതുപോലെ ഈ ഫ്രക്ടോസൊക്കെ ആഹാരമായിട്ട് മാറും. നല്ല ബാക്ടീരിയകൾ നല്ല രീതിയിൽ വളരാൻ അത് സഹായിക്കും. ഈ ബാക്ടീരിയകൾ നമ്മളുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് ബാലൻസിന് അല്ലെങ്കിൽ ഷുഗറിൻ്റെ ബാലൻസിന് സഹായിക്കാനും അത് കാരണമാവും. അപ്പം പഴങ്ങൾ കഴിക്കുന്നത് കൊണ്ട് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ പൊതുവെ കുറവാണ്. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത് ഒരുപാട് കഴിക്കുന്നതും നല്ലതല്ല. രണ്ടാമത്തത് ഈ പഴങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതും നല്ലതല്ല. ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ പൊതുവെ ഇതിലുള്ള ഫൈബേഴ്സ് പോവും. അപ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള ഫ്രക്ടോസുകളായിരിക്കും കൂടുതലായി നമുക്ക് കിട്ടുക. അത് നമുക്ക് ഡാമേജ് ഉണ്ടാക്കും. മറ്റൊന്ന്, നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ ഒരു 3-4 പഴങ്ങളൊക്കെ ഒറ്റയടിക്ക് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാൻ പറ്റും. 3-4 പഴങ്ങളുടെ ഫ്രക്ടോസ് നമ്മുടെ ശരീരത്തിലേക്ക് ഒറ്റ സമയം കൊണ്ട് എത്താൻ പറ്റും. അതേസമയം പഴങ്ങൾ നിങ്ങൾക്ക് സാവകാശം കഴിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് പഴങ്ങൾ കഴിക്കാനും പറ്റില്ല. മാക്സിമം 1-2 നിങ്ങൾ കഴിച്ച് നിർത്തുകയും ചെയ്യും. അപ്പോൾ പഴങ്ങൾ മുഴുവനായി കഴിക്കുന്നതാണ് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് നല്ലൊരു കാര്യമാണ് എന്ത്, റീപ്ലേസിങ്. നല്ല പഴങ്ങളായിട്ട് നിങ്ങളുടെ ഈ ഇത്തരത്തിലുള്ള ആഡഡ് ഷുഗറുകളെ റീപ്ലേസ് ചെയ്യുക. ഇനി നാലാമത്തതാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ നമ്മുടെ ആഹാരത്തിലേക്ക് ഉൾപ്പെടുത്തുമ്പം നമ്മുടെ വിശപ്പ് കുറയും. വിശപ്പ് കുറയുന്നത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്, പലപ്പോഴായിട്ട് ആളുകൾക്ക് വിശക്കുന്ന സമയത്ത് ഈ ഷുഗറിനോടുള്ളൊരു ക്രേവിങ് വരാറുണ്ട്. കാരണം വിശപ്പ് ഒരു സ്ട്രെസ്സാണ്. ഈ സ്ട്രെസ്സുള്ള സമയത്ത് നമ്മുടെ ഈ ഒരു ഹാപ്പിനെസ് വരാൻ വേണ്ടിയിട്ട് തലച്ചോറ് ഷുഗർ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ വിശപ്പിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ടെക്നിക്ക് കൂടിയാണ്. അതോടൊപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമ്മൾ ഒരു 3 നേരം കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതൊരു 4-5 തവണ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. 4-5 തവണ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കഴിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് സലാഡ് പോലുള്ള കുക്കുംബർ അല്ലെങ്കിൽ ക്യാരറ്റ്, ടൊമാറ്റോ പോലുള്ള സലാഡുകൾ നിങ്ങൾക്ക് ഈ മെയിനായിട്ടുള്ള മീൽസുകൾക്ക് ഇടയിൽ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശപ്പിനെ നിയന്ത്രിച്ച് കൊണ്ടുവരാൻ പറ്റും. വിശപ്പിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്രേവിങ്സിനുള്ള സാധ്യതകൾ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാലാമത്തത് പി ആയിരുന്നു. ഇനി അഞ്ചാമത്തതും പി തന്നെയാണ്. പവർഫുൾ കഴിഞ്ഞിട്ട് പീപ്പിൾ. ഈ പീപ്പിളുടെ പി ഉദ്ദേശിക്കുന്നത് പ്രോബയോട്ടിക്സ് ആണ്. നമ്മുടെ കുടലിൽ ജീവിക്കുന്ന നല്ല ബാക്ടീരിയകളാണ്. ഈ ബാക്ടീരിയകളെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് തൈര്, അതുപോലെ യോഗേട്ട് പോലുള്ള ആഹാരങ്ങൾ, അല്ലെങ്കിൽ പുളിപ്പിച്ചിട്ടുള്ള പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പുളിപ്പിച്ചിട്ടുള്ള ക്യാരറ്റ് കിട്ടാറുണ്ട്, പുളിപ്പിച്ചിട്ടുള്ള ബീട്രൂട്ട്, ക്യാബേജ് ഒക്കെ ഉണ്ടാക്കുന്ന ടെക്നിക്കുകളുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിലൂടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും അതെങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ. ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള നല്ല ബാക്ടീരിയകൾ നിങ്ങളുടെ ഗ്ലൂക്കോസ്
മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ രക്തത്തിലെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല ചീത്ത ബാക്ടീരിയകളെ തടയാനും സഹായിക്കും. ചീത്ത ബാക്ടീരിയകൾ കൂടുതലുള്ള ആളുകൾക്ക് കൂടുതൽ ഷുഗർ ക്രേവിങ് ഉണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ചീത്ത ബാക്ടീരിയകളുടെ കുറച്ചുകൊണ്ടും നല്ല ബാക്ടീരിയകളെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടും നമുക്ക് ഈ ഗ്ലൂക്കോസ് ക്രേവിങ്ങിന് അല്ലെങ്കിൽ ഷുഗർ ക്രേവിങ്ങിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ടെക്നിക്ക് ഉണ്ടല്ലോ, നിമോണിക്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അതാണ് ഗ്ലൂക്കോസ് റെഡ്യൂസിങ് പവർഫുൾ പീപ്പിൾ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അടുത്ത നല്ലൊരു കണ്ടൻ്റായിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.